എല്ലാ കൂട്ടുകാർക്കും രശ്മി ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2024 മോഡൽ ഹ്യുണ്ടായി i20യിലെ സ്പോർട്ട് ഓപ്ഷനിൽ വരുന്ന പുതിയ വേരിയന്റാണ്. ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണുള്ളത്, എത്രയാണ് അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. പുതിയ i20 സ്പോർട്ട് ഓപ്ഷണൽ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡിന്റെ അതേ ലുക്ക് തരുന്ന ഈ വേരിയന്റാണ് ഈ സ്പോർട്ട് ഓപ്ഷനിൽ. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് ഹാലജനായിട്ട് കൊടുത്തിരുന്നു, ഹൈ ബീം ലോ ബീം അകത്തേക്ക് കൊടുത്തിരിക്കുന്നു. ചേട്ടൻ നമുക്ക് പാർക്ക് ലൈറ്റ് കാണാം, അത് ഹാലജനായിട്ടാണ്. ചേട്ടൻ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു, അത് ഹാലജനാണ്. താഴത്തേക്ക് വന്നാൽ നമുക്ക് DRL വരുന്നുണ്ട്, അത് LED ആയിട്ടാണ് ഉള്ളത്. ടോപ്പ് എൻഡ് വരുന്നില്ല. നമുക്ക് ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ ചേർന്നാണ് DRL. നമുക്ക് ഫ്രണ്ട് ഒരു സിൽവർ കളർ സ്കിപ്പ് ലൈറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം എത്തിക്കുന്നു. 170 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണുള്ളത്. ഫ്രണ്ടിലെ ഗ്രില്ല് ആംഗിളെല്ലാം ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. വശങ്ങളിലേക്ക് വന്നാൽ നമുക്ക് 16 ഇഞ്ച് ഹൈപ്പർ സ്റ്റൈൽ വീൽസ് ആണുള്ളത്. അതായത് അലവീൽ പോലെ തോന്നിക്കുന്ന വീൽ കപ്പുകളാണ് പുറത്ത് വരുന്നത്. 195/55 R16 ആണ് ടയർ സൈസ്. ഫ്രണ്ടിലെ ഡിസ്ക്, ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ്. മിറേഴ്സിൽ LED ഇൻഡിക്കേറ്റേഴ്സ് ഇൻസൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഓരോ വശങ്ങളിൻ്റെ ലുക്ക്. വശങ്ങളിൽ ബ്ലാക്ക് കളറുള്ള സ്കിപ്പ് ലൈറ്റ് പോലത്തെ ഭാഗം കൊടുത്തിരിക്കുന്നത്. i20 ബാജിങ് ആണ്. കീഴെ സെൻറ്റർ ആകുമ്പോൾ തന്നെ വരുന്നില്ല. പ്ലെയിൻ ഗ്ലാസുകളാണ്. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. ഫുള്ളി ഫങ്ഷൻ ആയിട്ടുള്ള 2 കീ ആണ്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് പിടിച്ച് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള കീ ആണ് വരുന്നത്. വശങ്ങളിൽ ഒരു ക്രോം വിൻഡോ ഗാർണിഷ് ബാക്ക് വശം വരെ പോകുന്നത് നമുക്ക് കാണാം. റൂഫ് റേസ് കാണുമ്പോൾ തന്നെ വരുന്നില്ല. ഈ സ്പോർട്ട് ഓപ്ഷനിൽ വേണ്ടതുകൊണ്ട് സിംഗിൾ പെയിൻ സൺ റൂഫ് വരുന്നുണ്ട്. ബാക്കിൽ ഷാർക്ക് ഫിൻ ആൻഡിനെ കാണാം. ബാക്കിലേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ വേണ്ടികളും ബാക്കിൻ്റെ ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് ഉണ്ടെങ്കിൽ സ്പോയിലർ ആണെങ്കിലും തന്നെ വരുന്നത്. സ്പോയിലർ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറൈഡ് ചെയ്യാം. നമുക്ക് ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ് ആംഗിൾ കൊടുത്തിരിക്കുന്നു. അടുക്കായിട്ട് ഹൈ മോട്ടർ സ്റ്റോപ്പ് ലാമ്പ് കാണാം. ബാക്കിലെ ഗ്ലാസ് ഡീഫോഗർ ഒരു ഗ്ലാസ്സാണ്, വൈപ്പറോ ആർച്ചുകൊണ്ട് തന്നെ വരുന്നില്ല. നമുക്ക് ഹ്യുണ്ടായിൻ്റെ ലോഗോ കാണാം. i20 നമുക്ക് ബാജിങ് ആംഗിൾ കൊടുത്തിരിക്കുന്നു. സ്പോട്ടിൻ്റെ ഒരു ബാജിങ് കാണാം. ഇനി ടെയിൽ ലൈറ്റിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ Z ഷേപ്പിലുള്ള LED ടെയിൽ ലൈറ്റുകളാണ്. ഇത് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റ് ഫുൾ ഹാലജനായിട്ടാവുന്നത്. താഴെ റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ 2 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ വേണ്ടി നമുക്ക് റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട്. അത്യാവശ്യം സ്ക്വയർ ഷേപ്പിൽ വലിയ ബൂട്ടുകളും പാർസൽ ട്രേ വരുന്നുണ്ട്. സീറ്റുകൾ ബെഞ്ച് ഫോൾഡിംഗ് ആണ് വേണ്ടത്. സ്പ്ലിറ്റ് സീറ്റ് കാര്യങ്ങളും തന്നെ വരുന്നില്ല. 2 പേർക്കുള്ള ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ് വേണ്ടത്. വേറെ ബൂട്ട് ലൈറ്റ് കാര്യങ്ങളും തന്നെ വരുന്നില്ല. സ്പെയർ വീൽ നോക്കുവാണെങ്കിൽ ബേസ് വെന്റിൽ വരുന്ന 185/70/50 എന്നാണ് അതിൻ്റെ സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇന്റീരിയറിലെ ഫീച്ചേഴ്സ് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കിയർ സെൻറ്റർ കാര്യങ്ങളും തന്നെ വരുന്നില്ല. ഇന്റീരിയറിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഡ്യുവൽ ടോൺ കളറാണ് ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഡോർ പാർട്ടിലേക്ക് വന്നാൽ നമുക്ക് ഡ്യുവൽ ടോൺ കളർ കാണാം. നമുക്ക് ലെതർ ഫിനിഷ് ആയിട്ടുള്ള സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നത് ഈ വേണ്ടി തൊട്ടതാണ്. സ്പോർട്ട് വേരിയന്റിൽ നമുക്ക് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് വരുന്നത്. 4 പൗണ്ടർ കൺട്രോളും ഡ്രൈവർ സൈഡിൽ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ വരുന്നുണ്ട്. ലോക്ക് ആൻഡ് അൺലോക്ക് മിറർ കൺട്രോൾ ചെയ്യാൻ ഫോൾഡ് ചെയ്യാൻ ഓപ്ഷൻ വരുന്നുണ്ട്. ഡോർ ഹാൻഡിൽസ് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സ്പീക്കർ ബില്ലാണ് ബോട്ടിൽ ഓടിച്ച് കൊടുത്തിരിക്കുന്നു. ഇനി നമ്മുടെ ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ഓപ്ഷൻ വരുന്നുണ്ട്. ഇന്നർ പോർഷനിലൊരു വൈറ്റ് ഫിനിഷും ഔട്ടർ പോർഷനിലൊരു ബ്ലാക്ക് ഫിനിഷാണുള്ളത്. ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയതുകൊണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡെഡ് പാനൽ കാണാം. ഫീൽഡ് ഓപ്പൺ ചെയ്യാനായിട്ട് താഴെയായിട്ട് കൊടുത്തിരിക്കുന്നത്. ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ളത് നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ആണ്. ഡ്രൈവ് മോഡുകൾ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയതുകൊണ്ടാണ് ഡ്രൈവ് മോഡുകൾ വരുന്നത്. ഹെഡ് ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇനി അകത്തെന്നുള്ള ഫീച്ചേഴ്സും ചെക്ക് ചെയ്ത് നോക്കാം. ഇന്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡിന് അതേ ലുക്ക് ആൻഡ് ഫിനിഷ് തരുന്ന ഇന്റീരിയർ ആണ്. നമുക്ക് ഇവിടെ നമുക്ക് എല്ലാം ഡ്രൈവിംഗ് പൊസിഷൻ ഈ വാഹനത്തിന് തരുന്നുണ്ട്. നമുക്ക് ഇവിടെ ലേഡീസിനൊക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ തരുന്നത് i20 ആണ്. അത്യാവശ്യം നല്ല ചെറിയ വണ്ടിയായിട്ട് നമ്മുടെ ഏരിയ ആയിട്ട് ഈ ലേഡീസിനൊക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ മച്ച് പ്രീമിയം ഇൻറ്റീരിയർ i20 ആണ്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആൻഡ് പ്രീമിയം ഇൻറ്റീരിയർ ആയിട്ട് ഫീൽ ചെയ്യും. സ്ട്രോങ് ആൻഡ് എയറി നമുക്ക് സ്ട്രോങ് ആൻഡ് സോളിഡ് വാഹനത്തിനുണ്ട്. ഈ എയറി ഫീല് കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിനുണ്ട്. സ്റ്റിയറിംഗ് വീലിൽ കൊണ്ടുകഴിഞ്ഞാൽ നമ്മൾ പഴയ ക്രെറ്റയിലൊക്കെ കണ്ട സെയിം ഫ്ലാപ്പ് ബോട്ടം 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. താഴെ പോർഷൻസ് സിൽവർ ഫിനിഷ് കാണാം. ഇടവശത്ത് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലവശത്ത് ക്രൂസ് കൺട്രോൾ ഓപ്ഷൻസ് വരുന്നുണ്ട്. അത് സ്പോട്ട് ഓപ്ഷൻ വരുന്നില്ല. നമുക്ക് ക്രൂസ് കൺട്രോൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റിയറിംഗ് കണ്ട് ടെൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻ ഈ വേണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇടവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസും വലവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്റ്റാൾമെന്റ് ക്ലാസ്സിലേക്ക് വന്നാൽ ഞങ്ങൾക്ക് ഫുള്ളി
ഡിജിറ്റലായിട്ടുള്ള ഇൻസ്റ്റാമംഗള സ്റ്റുഡൻ്റ് ആണ്. സ്പീഡോമീറ്ററും ആർപിഎം മീറ്ററും ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അങ്ങനത്തെ എല്ലാ ഇൻഫർമേഷൻ നമുക്ക് അറിയാനായിട്ട് പറ്റും. ആവറേജ് സ്പീഡ്, ഡിസ്റ്റൻസ് ടു എം ടി, എല്ലാം ടയർ പ്രഷർ മോണിറ്ററിങ്, ഡ്രൈവർ അസിസ്റ്റൻസ് എല്ലാം നമുക്ക് അറിയാനായിട്ട് പറ്റും. എത്ര കിലോമീറ്റർ ഓടി, എത്ര കിലോമീറ്റർ ഓടാൻ ബാക്കിയുണ്ട്. സെൻറ്ററിലേക്ക് കഴിഞ്ഞാൽ ഹിൻഡയുടെ എല്ലാ വാഹനങ്ങളിലും കാണുന്ന 8 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ്. 4 സ്പീക്കറും 2 ട്യൂട്ടറും കൂടിയ മ്യൂസിക് ആവുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, മാപ്പ്, കാർപ്ലേ വയർലെസ് ആയിട്ട് കൊടുത്തിരുന്നു. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഡാപ്റ്റീവ് ഗൈഡൻസ് ഒരു റിവേഴ്സ് ക്യാമറയാണ്. പാർക്കിംഗ് സെൻസേഴ്സ് നമ്മുടെ ക്ലസ്റ്ററിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. വേറെ ഫീച്ചേഴ്സും തന്നെ ക്യാമറയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. താഴത്ത് കൊണ്ടുപോയി നമുക്ക് ഹസാർഡ് ബട്ടൺ കൊടുത്തിരിക്കുന്നു. AC വെൻസ് കാണാം. താഴത്ത് നമുക്ക് ഓട്ടോമാറ്റിക് ക്ലാമർ കൺട്രോൾ യൂണിറ്റ് ആകുന്നത്. നമുക്ക് 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. USB കണക്റ്റുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഈ സ്പോർട്ട് ഓപ്ഷൻ തമ്മിൽ ഡിഫറൻസ് വരുന്നത് നമുക്ക് വയർലെസ് ചാർജിങ് വരുന്നുണ്ട്, സൗണ്ട് റൂഫ് വരുന്നുണ്ട്. ഈ ഒരു വശത്ത് വരുന്ന എല്ലാം സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഡിഫറൻസ്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഗിയർ ലെവർ കാണാം. അതിൻ്റെ ടോപ്പിലൊരു ഗ്ലാസ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. സെൻറ്റർ ആംബസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ സോഫ്റ്റ് ടച്ച് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് വെച്ചാൽ ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാണാം. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റോട് സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് അഡ്ജസ്റ്റ് ഓപ്ഷൻ വരുന്നില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവേഴ്സ് സംവേഴ്സസ് വിത്ത് മിററാണ്. സെൻറ്റർ IRVMs, മാനുവൽ ഡിമ്മിങ്ങൾ IRVMs ആണ്. സൺഗ്ലാസ് ഹോൾഡർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റീഡിംഗ് ലൈറ്റുകൾ ഹാലജനായിട്ടാവുന്നത്. ഡ്രൈവർ സൈഡ് സംവേഴ്സസ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഇത്. ഗ്ലോ ബോക്സിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. കൂൾ ഫീച്ചർ കാര്യങ്ങൾ തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ i20ൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള സിംഗിൾ പെയിൻ സൺ റൂഫ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു 1 ടച്ച് തന്നെ ഓപ്പൺ ആൻഡ് ക്ലോസിൻ്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഇന്ത്യയിലെ ലുക്ക്. ഇനി ബാക്ക് യാത്രക്കാരെ കംഫോർട്ടും ചെക്ക് ചെയ്തത്. ബാക്ക് അത്യാവശ്യം വഴിയായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഓൾമോസ്റ്റ് 70 ഡിഗ്രി തന്നെ ഡോറുകൾ തുറക്കാൻ പറ്റും. കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്. ഡോർ പാടെല്ലാം 12 ടൺ കളർ എടുത്തിരിക്കുന്നു. ഈ കൈ വയ്ക്കുന്ന ഭാഗത്തെല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷാണ്. സോഫ്റ്റ് ടച്ചൊന്നുമില്ല, ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. പവർ കൺട്രോൾ എടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ്. സ്പീക്കർ ബില്ലാണ്. ബോട്ടിലോട്സ് ബാക്കിലേക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ട് Type C ചാർജിംഗ് പോർട്ട് കാണാം. ഇവിടെ സ്റ്റോറേജ് സ്പേസ് ആണ്. ഹെഡ് റെസ്റ്റുകൾ നമുക്ക് ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ്. സെൻറ്റർ ആർറെസ്റ്റ് കാര്യങ്ങൾ തന്നെ വരുന്നില്ല. സെൻറ്റർ പാസഞ്ചറിന് ഹെഡ് റെസ്റ്റ് വരുന്നില്ല. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ് കൊടുത്തിരിക്കുന്നു. SFX സ്റ്റൈൽ സീറ്റിൻ്റെ ഓപ്ഷൻ കാണാം. ഇപ്പം അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട് സീറ്റിൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം മാസീവായിട്ടുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. ഹെഡ് റൂം നോക്കുവാണെങ്കിൽ നിന്നാൽ പോലും ഏകദേശം 10 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കുള്ള സുഖമായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും. i20യുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് വേണ്ടി തൊട്ടേ നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, CBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡർ, ടയർ പ്രഷർ മോണിറ്ററിങ് നമുക്ക് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് എഞ്ചിനും ഗിയർ ബോക്സിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് 1.2 ലിറ്റർ i20 നമുക്ക് 1.2 ലിറ്റർ പെട്രോൾ വേരിയൻറ്റിൽ നമുക്ക് മാനുവൽ ആൻഡ് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. നമുക്ക് നോർമൽ i20 വേരിയൻറ്റിൽ നമുക്ക് ടർബോ DCT അവൈലബിൾ അല്ല. എൻ ലൈനിൽ നമുക്ക് 1.0 ലിറ്റർ ടർബോ DCT ആണ്. നമുക്കിപ്പോൾ i20ക്ക് 1.2 എല്ലാം 1.2 ആണ്. നമുക്ക് 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ഈ i20. ഇതാണ് ഈ വാഹനത്തിൻ്റെ ചെയ്തിരിക്കുന്നത്. 2024 സൺലുക്സിൻ്റെ i20 ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ i20 റിവ്യൂ ചെയ്യുന്നത്. പുതിയ വീഡിയോ കാണുന്നവർ ബൈ ബൈ.